എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 2004-ന് ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ഇടിവ് UDF കേന്ദ്രങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചപ്പോൾ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടു എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. 2004-ലാണ് എറണാകുളത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്. 61.63%. ഇടതുമുന്നണിയിലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 70,099 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അന്ന് പാർലമെന്റിലെത്തി. 2009-ൽ 72.78% വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന KV തോമസ് 11,790 വോട്ടുകൾക്ക് വിജയിച്ചു. 2014-ൽ പോളിംഗ് 75%-ലേക്ക് ഉയർന്നപ്പോൾ 87,000 വോട്ടിൻ്റെ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ KV തോമസ് വിജയം ആവർത്തിച്ചു. റെക്കോർഡ് പോളിംഗ് ആയ 76.6-ലെത്തിയ 2019-ൽ 1,69,000 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഹൈബി ഈഡൻ ലോക്സഭയിലെത്തി. ഉയർന്ന പോളിംഗ് വലതുമുന്നണിക്ക് മികച്ച വിജയം. ശരാശരിയിൽ താഴെയായാൽ ചെങ്കൊടി പാറും. ഇതാണ് എറണാകുളത്തിൻ്റെ ചരിത്രം. ഇതിലാണ് LDFിൻ്റെ പ്രതീക്ഷയും UDFിൻ്റെ ആശങ്കയും. പ്രദേശം തിരിച്ച് വിലയിരുത്തിയാലും ഇടതുമുന്നണിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പറവൂർ, കളമശ്ശേരി, വൈപ്പിൻ എന്നിവിടങ്ങളിൽ 70% കടന്നപ്പോൾ UDF ആധിപത്യ നഗരമേഖലയിൽ പോളിംഗ് കുത്തനെ ഇടിഞ്ഞു. ഇതിൽ പറവൂർ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ തട്ടകമാണ് എന്നതും ശ്രദ്ധേയം. പറവൂർ പ്രദേശത്തെ ഒരു പുത്രി, ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ഞാൻ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് കാണുന്നത്. എന്നാൽ UDFും മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. എത്ര പോളിംഗ് കുറഞ്ഞാലും 1,69,000 എന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം മറികടക്കാൻ എതിരാളികൾക്കാവില്ലെന്ന് UDF വിശ്വസിക്കുന്നു. വേനൽ ചൂട്, വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാങ്കേതിക തകരാർ പോലുള്ള രാഷ്ട്രീയേതര കാരണങ്ങളാണ് പോളിംഗിലെ ഇടിവിന് കാരണമെന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. മരവിച്ച വോട്ടുകൾ ആരുടേതെന്ന് അറിയാൻ ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പുകളിലേക്ക് പ്രധാന മുന്നണികൾ കടന്നുകഴിഞ്ഞു. ഇതിന് ശേഷം മാത്രമേ പോളിംഗ് ഇടിവിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാകൂ. സാലി മുഹമ്മദ്, കൊച്ചി.